ഹലോ ഗായ്സ്, എൻ്റെ പേര് ആൽബർട്ട് എന്നാണ്. ഞാൻ ഒരു പുതിയ ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുകയാണ്. എൻ്റെ പേര് ഫോർത്തിങ് എന്നാണ്. ഇത് ഒരു പുതിയ ബുക്കല്ല, ഇത് 1-2 വർഷമായി ഇറങ്ങിയിട്ട്. പക്ഷേ ഞാൻ വായിക്കുന്നത് ഇപ്പോഴാണ്. സോ ഞാൻ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ബുക്ക് ഷോപ്പിൽ ചെന്നപ്പോൾ കണ്ടപ്പോൾ എടുത്ത് വാങ്ങിച്ചൊരു ബുക്കാണ്. അധികം വായിച്ചിട്ടുമില്ല, കുറച്ചേ വായിച്ചിട്ടുള്ളൂ. ബട്ട് വായിച്ച് വെച്ച് ഒരു നല്ല റീഡിങ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. സോ ഞാൻ കാണിക്കാം. ഇതാണ് ബുക്ക്. ഇത് ഹാർഡ് കവർ എഡീഷനാണ്. കണ്ട നല്ല ഭംഗിയാണ്. അത് ബ്ലാക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാപ്സ്, നമുക്കൊരു ഗുഡ് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനും ഐഡിയയും കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് പുള്ളിക്കാരിയെ പോകുന്ന സ്കൂളിലേക്ക് ഉള്ള ഒരു മാപ്പാണ്. ഓക്കെ, സോ ഇതാണ് ബുക്കിനകത്ത് ഉള്ള പിക്ചറുകളൊക്കെ. ബട്ട് ബുക്ക് നല്ല രസമാണ് കാണാൻ. ബട്ട് അതിലുപരിയായിട്ട് കണ്ടൻറ് ഈസ് ഓൾസോ ഗുഡ്. ബുക്ക് എഴുതിയിരിക്കുന്നത് റിബേക്ക യാരോസ് എന്ന് പറയുന്നൊരു സ്ത്രീയാണ്. പുള്ളിക്കാരത്തിയിലെ ഈ ബുക്ക് എന്ന് പറയുന്നത് വളരെ രസമാണ്. കാര്യം ഇതിലെ മെയിൻ കഥാപാത്രം ഒരു സ്ത്രീ കഥാപാത്രം തന്നെയാണ്. പേര് വയലറ്റ് എന്നാണ്. വയലറ്റ് അപ്പോൾ ഒരു മിലിറ്ററി ജനറലിൻ്റെ മോളാണ്. ജനറൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അമ്മയാണോ അച്ഛനാണോ. ഒരു ഫീമെയിൽ ക്യാരക്ടർ തന്നെയാണ്. അമ്മയാണ് ഇതിനകത്ത് മെയിൻ മിലിറ്ററി ജനറൽ. അമ്മ മോളെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു സ്കൂളിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നൊരു മാജിക്കൽ യൂണിവേഴ്സാണ്. ഡ്രാഗൺസ് ഉള്ളത്, മാജിക് ഉള്ള ഒരു സ്കൂളിലേക്കാണ് ഈ കുട്ടി അയക്കുന്നത്. ഹാരി പോട്ടർ വൈബ്സ് വരുന്നൊരു ബുക്കാണ്. അതിൽ ഈ കുട്ടി വളരെ ഫിസിക്കലി വീക്കാണ്. ഡ്രാഗൺസിനെ റൈഡ് ചെയ്യണമെങ്കിൽ ഫിസിക്കലി സ്ട്രോങ് ആവണം. അപ്പോൾ കുട്ടി ആദ്യം സത്യം പറഞ്ഞ ഒരു സ്കോളറായിട്ട് പോകാനാണ് പുള്ളിക്കാരത്തിയുടെ ആഗ്രഹം. പക്ഷേ അമ്മയുടെ ആഗ്രഹം മോളെ എങ്ങനെയും ഒരു മിലിറ്ററിക്കാരി ആക്കണം, ഇല്ലെങ്കിൽ ഒരു റൈഡർ ആക്കണമെന്നുള്ളതാണ്, ഡ്രാഗൺ റൈഡർ ആക്കണമെന്നുള്ളതാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ പറഞ്ഞു വിടുകയാണ്. പുള്ളിക്കാരത്തിക്ക് ഒരു ചേച്ചിയും ഒരു ബ്രദറും ഉണ്ടായിരുന്നു. ബ്രദർ മരിച്ചു പോവുകയാണ്. അപ്പോൾ ചേച്ചി മാത്രമാണ് സപ്പോർട്ടിനായിട്ടുള്ളത്. ചേച്ചി അമ്മയോട് വഴക്കൊക്കെ ഉണ്ടാക്കും, മോളെ ഇവിടെ അനിയത്തിയെ ഞാൻ വിടാൻ സമ്മതിക്കില്ല. പക്ഷേ അവസാനം അമ്മയുടെ പവർ ഓവർറൂൾ ചെയ്യാണ് എല്ലാവരെയും. അപ്പോൾ അതാണ് ഈ കഥയുടെ ഒരു പശ്ചാത്തലം. അതാണ് ഞാൻ ഇപ്പോൾ വായിച്ച് മനസ്സിലാക്കിയത്. ബുക്കിൽ ഈ ബുക്ക് വായിക്കുമ്പോൾ മുതൽ തന്നെ സിസ്റ്റർ വാൺ ചെയ്യുന്നുണ്ട്, എല്ലാവരും നിന്നെ കൊല്ലാനും ചവിട്ടിത്താഴ്ത്താനും വേണ്ടി മാത്രമേ വരുള്ളൂ. അപ്പോൾ ബുക്കിലെ കഥാപാത്രം എന്ന് വെച്ചാൽ എല്ലാവരാലും പുച്ഛിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ലോകത്തിലെ ആർക്കും വേണ്ടാത്ത പോലത്തെ ഒരു എക്സിസ്റ്റൻസ് ആണ്. കാര്യം ഫിസിക്കലി വീക്കാണ്. പക്ഷേ ഇതിലൊന്നും തളരാതെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് കഥാപാത്രം. പുസ്തകം ഉടനീളം പുള്ളിക്കാരത്തിയെ മെയിൻ ഫോക്കസ് ആക്കിക്കൊണ്ട് പോകണം. പുള്ളിക്കാരത്തിയുടെ സ്കൂൾ ജീവിതം, കോളേജ് ജീവിതം എല്ലാമാണ് അതിനകത്ത് മെയിൻ ഈ പ്രമേയം എന്ന് പറയുന്നത്. ഇതിന് 3 ബുക്കുകളാണ് മെയിൻലി ആയിട്ടുള്ളത്. അതിനകത്തെ 3 ബുക്കിൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അയൺ ഫ്ലെയിം എന്നും പറഞ്ഞൊരു ബുക്കാണ്. അത് ഈ പുസ്തകത്തിൻ്റെ പൊളിറ്റിക്കൽ സെനേറിയോയിലേക്ക് കടന്നു ചെല്ലുകയാണ്. പൊളിറ്റിക്കൽ സെനേറിയോയിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ ആ ബുക്കിലുള്ള പൊളിറ്റിക്സ്, ആ ഒരു സ്കൂളിലുള്ള പൊളിറ്റിക്സാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബുക്ക് വളരെ നല്ല ബുക്കാണ്. ഞാനിത് വാങ്ങിച്ചത് DC ബുക്സ് എന്നാണ്. അവരെനിക്ക് 10% ഓഫ് വന്നു. സോ ഇതിൻ്റെ റിയൽ പ്രൈസ് 1600 രൂപയാണ്. എനിക്ക് 407 രൂപയ്ക്ക് 1407 രൂപയ്ക്ക് കിട്ടി. സോ കാൽക്കുലേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. ഇതിൻ്റെ പേപ്പർ ബാക്ക് എഡിഷൻ ആമസോണിൽ കിട്ടുന്നതാണ്. വളരെ നല്ല ബുക്കാണ്. ഞാനിത് വായിച്ച് കഴിഞ്ഞിട്ട് റിവ്യൂ ഇടാം. അപ്പോൾ അതുവരെ സൈനിങ് ഓഫ്, ആൽബർട്ട്.